നോക്കൂ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മൂന്നാം മോദി സർക്കാരിന്റെ രണ്ടാമത്തെ ബജറ്റാണ് ഇന്ന്. ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് ബജറ്റ് അവതരിപ്പിക്കും. തുടർച്ചയായി 9 തവണ ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി എന്ന ഖ്യാതിയോടെയാണ് നിർമ്മല സീതാരാമൻ ഇക്കുറി ബജറ്റ് അവതരിപ്പിക്കുക. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി തന്നെ ഞായറാഴ്ച ഒരു ബജറ്റ് അവതരിപ്പിക്കുന്നു എന്നതും ഇക്കുറി പ്രത്യേകതയാണ്. മുൻ വർഷങ്ങളിൽ അവഗണനയായിരുന്നു എങ്കിലും നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്ത് വന്നതിനാൽ തന്നെ വമ്പൻ പ്രഖ്യാപനങ്ങൾ കേരളത്തിൽ ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയുണ്ട്. ഡൽഹിയിൽ നിന്ന് ശരത്ലാലും തിരുവനന്തപുരത്ത് നിന്ന് ഹാരിസോണും നമുക്കിപ്പം തത്സമയം ചേരുന്നു. ആദ്യം ഡൽഹിയിലെ വിശേഷങ്ങൾ അറിയാമല്ലേ, ഏതുവരെയൊക്കെയായി ഒരുക്കങ്ങൾ? ശരത്തിനാലുണ്ട്. ശരത്തെ, ഇവിടെ സമയം 7 മണി കഴിഞ്ഞ് 3 മിനിറ്റ്. പക്ഷേ ശരത്തിന്റെ ഫ്രെയിമിൽ ഇപ്പോഴും അവിടെ ഇരുട്ടാണ്. അവിടെ നേരം പുലർന്നിട്ടില്ലാത്ത പോലത്തെ ഒരു ഫ്രെയിമുമാണ് അവിടുത്തെ. ഇന്ന് ബജറ്റും കൂടിയാണ്. രാജ്യം ഒത്തിരി പ്രതീക്ഷകൾ വയ്ക്കുന്നുണ്ട് ഈ ബജറ്റിൽ. പ്രത്യേകിച്ച് കേരളവും പ്രതീക്ഷയുണ്ട്. കേരളത്തിന്റെ വിശേഷങ്ങളിലേക്കും വരാം. ഈ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ബജറ്റ് അവതരിപ്പിക്കാൻ പോകുന്നു ധനമന്ത്രി നിർമ്മല സീതാരാമൻ. എന്തൊക്കെയാണ് പ്രതീക്ഷകൾ? ശരത്ത്, ഗുഡ് മോർണിംഗ്. സേതുലക്ഷ്മി, ഗുഡ് മോർണിംഗ്. കാരണം ഡൽഹിയിൽ പ്രകാശം വന്നുകൊണ്ടേ ഇരിക്കുന്നുള്ളൂ. എന്നാലും ഈ ചരിത്രത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ച ഒരു ബജറ്റ് അവതരിപ്പിക്കുകയാണ് നിർമ്മല സീതാരാമൻ. ഒരു വനിതാ ധനമന്ത്രി എന്ന നിലയിൽ ചരിത്രം സൃഷ്ടിച്ചു കഴിഞ്ഞു. എന്നാലും 9ാമത്തെ തവണയാണ് അവരുടെ ബജറ്റ് അവതരണം. ഇതിനു മുമ്പ് മൊറാർജി ദേശായി മാത്രമാണ് സേതുലക്ഷ്മി 10 തവണ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത്. എന്നാൽ ആ അടുത്ത വർഷം കൂടി ആ റെക്കോർഡ് നിർമ്മല സീതാരാമൻ തിരുത്തുമോ എന്ന് നമുക്ക് പിന്നീട് പറയാം. ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് വളരെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന പല യുദ്ധങ്ങളും കടന്നു പോകുന്ന ഒരു സമയത്താണ് ഇന്ത്യൻ ബജറ്റ് എന്ന് നമുക്കറിയാം. ഇന്ത്യൻ ബജറ്റിൽ എന്തൊക്കെയാണ് നിർമ്മല സീതാരാമൻ നൽകുക ഇന്ത്യയിലെ ജനങ്ങൾക്ക് എന്നുള്ളതാണ്. GST മുതൽ വാഗ്ദാനം, സോഷ്യൽ സെക്യൂരിറ്റി വരെയുള്ള എന്തൊക്കെ വാഗ്ദാനങ്ങളായിരിക്കും ഈ ബജറ്റിൽ ഉണ്ടാകുക എന്നതാണ് ഇപ്പോൾ ലോകം നല്ല ഇന്ത്യയും പോലെ തന്നെ ലോകവും ഉറ്റുനോക്കുന്നത്. സേലക്ഷ്മി, നമ്മൾ ഇന്നലെ വളരെ വ്യക്തമായി കാര്യങ്ങൾ ചർച്ച ചെയ്താണ്. എന്തായിരിക്കും കേന്ദ്ര ബജറ്റിൽ നിർമ്മല സീതാരാമൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ചെപ്പടി വിദ്യകൾ എന്നുള്ളത്. കാരണം അത്രത്തോളം അമേരിക്കയുടെ ഉപരോധത്തിന് സമാനമായ ഇറക്കുമതി തീരുവയടക്കം ഇന്ത്യയെ സാമ്പത്തികമായി വളരെയധികം പ്രതിസന്ധിയിലാക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് കൂടിയാണ് ഇന്ത്യ കടന്നു പോകുന്നത്. ഈ തരത്തിൽ എന്തൊക്കെ രീതിയിലായിരിക്കും ബജറ്റ് പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുക എന്നതാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. പ്രധാനമായും ഇൻഫ്രാസ്ട്രക്ചർ, അതായത് അടിസ്ഥാന സൗകര്യ വികസനത്തിനും അതേപോലെ സോഷ്യൽ ഹാർമണി, അതായത് സാമൂഹിക മാതൃമുള്ള, അതായത് പെൻഷൻ മറ്റടക്കമുള്ള, അല്ലെങ്കിൽ ഇൻഷുറൻസ്, പെൻഷൻ, അതുപോലെ മറ്റു സ്ത്രീകൾക്കുള്ള പ്രാധാന്യം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഏതൊക്കെ പദ്ധതികൾ ഉണ്ടാകും. അതേപോലെ റെയിൽവേ വികസനം എത്രത്തോളം, പുതിയ ബുള്ളറ്റ് ട്രെയിൻ, മെട്രോകൾ ഉണ്ടാകുമോ തുടങ്ങിയ നിരവധി ആവശ്യങ്ങളും പ്രതീക്ഷകളുമാണ് ബജറ്റിലുള്ളത്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, നിർമ്മല സീതാരാമൻ ഈ കടുത്ത സാമ്പത്തികമായി രാജ്യം നിൽക്കുന്ന ഒരവസ്ഥയിൽ സാമ്പത്തിക സർവേ സൂചന നൽകിയ അവസ്ഥയിലാണെങ്കിൽ വളരെ കരുതിയുള്ള ഒരു നീക്കമായിരിക്കും. ടാക്സിലും അതേപോലെ ഡയറക്റ്റ് ടാക്സിലും കൂടുതൽ ഇളവുകളൊന്നും വരാനുള്ള സാധ്യത കാണുന്നില്ല. എന്നാൽ അതേസമയം തന്നെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾക്ക് കൂടുതൽ പണം നീക്കിവെക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഓപ്പറേഷൻ സിന്ധുവിനുള്ള ബജറ്റ് ആയതുകൊണ്ട് തന്നെ പ്രതിരോധ മേഖലയെ സംബന്ധിച്ചുള്ള വളരെ വലിയ ഒരു തുക പ്രതിരോധ മേഖലയ്ക്ക് മാറ്റിവെക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യ വികസനത്തിന്, കൺസ്ട്രക്ഷന് അല്ലെങ്കിൽ കൂടുതൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും തുക മാറ്റിവെക്കും. പിന്നെ നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യമായ സ്വദേശി, അതേപോലെ തന്നെ സ്വയം ശാക്തീകരണം തുടങ്ങിയ പദ്ധതികൾക്ക്, അതായത് MSME പദ്ധതികൾക്ക് കൂടുതൽ റിബേറ്റുകളും കൂടുതൽ ഊന്നലും ഈ ബജറ്റിൽ ഉണ്ടാവുന്ന കാര്യത്തിൽ ഏകദേശം ഉറപ്പായിട്ടുണ്ട്. MSMEയിൽ അതേപോലെ തന്നെ വിദ്യാഭ്യാസം, അതേപോലെ ആരോഗ്യം എന്നീ മേഖലകളിലും കൂടുതൽ തുക അനുവദിക്കും എന്ന് തന്നെയാണ് സാമ്പത്തിക സർവേ നമ്മെ ചൂണ്ടിക്കാട്ടുന്നത്. സേതുലക്ഷ്മി, ഏതായാലും 11 മണിക്ക് പാർലമെന്റ് സെൻട്രൽ ഹാളിലാണ് ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ തന്റെ 9ാമത്തെ ബജറ്റ് അവതരിപ്പിക്കുന്നത്. ഇനി നമുക്ക് ഇപ്പോൾ 7 മണി കഴിഞ്ഞു, 7 കഴിഞ്ഞു. ഇനി നമുക്ക് ഏകദേശം ഒരു 4 മണിക്കൂറോടുകൂടി കഴിയുമ്പോൾ നമുക്ക് എന്താണ് നിർമ്മല സീതാരാമൻ ഇന്ത്യയോട് പറയാനുള്ളത് എന്ന് നമുക്ക് കാണണം. കേരളത്തിനും അതുപോലത്തെ രാജ്യത്തിനും ഒരുപാട് പ്രതീക്ഷകളാണ് അവരിപ്പോൾ അർപ്പിച്ചിരിക്കുന്നത്. വനിതകൾക്ക് വേണ്ടി എന്തെങ്കിലും പുതിയ, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 3-4 പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളുണ്ട്. ആസാമും അതേപോലെ തന്നെ കേരളവും തമിഴ്നാടും വെസ്റ്റ് ബംഗാളും. അത്തരമൊരു രാഷ്ട്രീയ ബജറ്റ് ആയിരിക്കുമോ എന്നുകൂടി നമുക്ക് ഇപ്പോൾ പ്രതീക്ഷിക്കേണ്ടി വരും. അങ്ങനെ തന്നെ നോക്കുന്നത്. ശരത്തിനാണെങ്കിൽ നല്ല
തിരക്കുള്ള ദിവസം, എല്ലാ ദിവസവും തിരക്കുള്ളതാണ്. പക്ഷേ ഞാൻ പറഞ്ഞത് ഇന്ന് കുറച്ചധികം തിരക്കായിരിക്കും. കാരണം ബജറ്റ് ദിവസമാണല്ലോ. അപ്പോൾ പിന്നെ ഡൽഹിയിൽ നിന്നാണല്ലോ കൂടുതലും ഇങ്ങോട്ടേക്ക് കാര്യങ്ങളൊക്കെ വരേണ്ടത്. അപ്പോൾ ആ തിരക്കും കാണുമായിരിക്കും. ഇനിയിപ്പോൾ നമുക്ക് കേരളത്തിന് ഒത്തിരി പ്രതീക്ഷയുണ്ട് പറയുന്ന പോലെ തന്നെ. പിന്നെ ഇത്തവണ തിരഞ്ഞെടുപ്പും കൂടി അടുത്തിരിക്കുന്നത് കൊണ്ട് കേരളത്തിനൊരു പ്രത്യേക പരിഗണനയൊക്കെ നൽകാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ കരുതുന്നു. നോക്കാം അതെങ്ങനെയാണ് വരുന്നതെന്ന്. ഹാൻസ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി നമുക്കിപ്പം തത്സമയം. ഹാൻസേ, ഗുഡ് മോർണിംഗ്. ഈ കാലാകാലങ്ങളായിട്ടുള്ള കേരളത്തിന്റെ എയിംസ് അടക്കം ഒത്തിരി ആവശ്യങ്ങൾ നമ്മൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. കാർഷിക മേഖലയ്ക്കൊക്കെ ഒരു പ്രത്യേക പരിഗണന വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇക്കാര്യത്തിലൊക്കെ അനുഭാവപൂർണ്ണമായൊരു നിലപാട് ഇവരുടെ ഭാഗത്തു നിന്ന്, കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ഇന്നത്തെ യൂണിയൻ ബജറ്റിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒപ്പം തന്നെ അതിവേഗ പാതയുമായി ബന്ധപ്പെട്ട ഒരു പ്രഖ്യാപനവും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എത്ര കണ്ടാണ് കേരളത്തിന്റെ പ്രതീക്ഷകൾ യൂണിയൻ ബജറ്റിൽ, ഹാൻസ്? സേതു, ഇതിനോടകം തന്നെ ഈ കേന്ദ്ര ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ ആവശ്യം കേരളം കേന്ദ്രത്തോട് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ സംസ്ഥാനത്തിന്റെ ധനമന്ത്രി KN ബാലഗോപാൽ 29 ആവശ്യങ്ങളുള്ള കത്താണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന് നൽകിയത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ചില പദ്ധതികളാണ്. ഈ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് റെയിൽ കണക്ടിവിറ്റിയും മറ്റ് അനുബന്ധ പദ്ധതികളും നടപ്പിലാക്കുന്നതിന് പ്രത്യേക പാക്കേജ്, കേരളത്തിനായി 21,000 കോടി രൂപയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാനം വലിയ സാമ്പത്തിക ഞെരുക്കത്തിലായതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയ തുകയുടെ ഒരു പ്രത്യേക പാക്കേജ് ആവശ്യപ്പെട്ടത്. ഇതുകൂടാതെ തന്നെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇടനാഴി, റബ്ബർ അധിഷ്ഠിത എഞ്ചിനീയറിംഗും മറ്റ് ശൃംഖലകളുടെ ശാക്തീകരണത്തിനുമായി പദ്ധതി, ഇക്കോ കൾച്ചറൽ സർക്യൂട്ടുകളും മെഡിക്കൽ ടൂറിസം ഹബ്ബുകളും വികസിപ്പിക്കാൻ പദ്ധതി, വിഴിഞ്ഞം ചവറ കൊച്ചി തീരമേഖലയെ ബന്ധിപ്പിച്ച് റെയർ എർത്ത് കോറിഡോർ, മനുഷ്യമൃഗ സംഘർഷം കുറയ്ക്കാനായിട്ട് 1000 കോടി രൂപയുടെ പ്രത്യേക പാക്കേജ്, മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണം ഉറപ്പിക്കാൻ പ്രത്യേക പുനരധിവാസ പാക്കേജ്, നെല്ല് സംഭരണത്തിനായി സപ്ലൈകോയ്ക്ക് 1000 കോടി രൂപ നിക്ഷേപിച്ച് റബ്ബർ വിലസ്ഥിരത ഫണ്ട് രൂപീകരിക്കുക. ഇങ്ങനെ ഇത്തരത്തിൽ 29 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള കത്താണ് KN ബാലഗോപാൽ നിർമ്മല സീതാരാമൻ നൽകിയത്. ഈ ആവശ്യങ്ങളിൽ ഏതൊക്കെ അംഗീകരിക്കും, ഏതിലൊക്കെ പ്രഖ്യാപനം ഉണ്ടാകും എന്ന് തന്നെയാണ് സംസ്ഥാനം ഉറ്റുനോക്കുന്നത്. പിന്നെ സേതു പറഞ്ഞതുപോലെ തന്നെ ഈ എയിംസും അതിവേഗ പാതയും ഒപ്പം ശബരി റെയിൽ പാതയും, ഈ പദ്ധതികളിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രഖ്യാപനം കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമോ എന്നുകൂടി സംസ്ഥാനം ഉറ്റുനോക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എയിംസ് പ്രഖ്യാപിച്ചാൽ തന്നെ സംസ്ഥാനത്ത് ഏത് ജില്ലയിലായിരിക്കും എയിംസ് പ്രഖ്യാപിക്കുക എന്നുള്ളത് ഏറ്റവും നിർണായകമാണ്. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോട് കിനാലൂരിൽ ഇതിനോടകം തന്നെ ഈ എയിംസുമായി ബന്ധപ്പെട്ട് സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ മറ്റ് ജില്ലകളും ഈ കേന്ദ്രമന്ത്രിമാരടക്കം BJP കേന്ദ്രമന്ത്രിമാരടക്കം മറ്റ് പല ജില്ലകളുടെയും പേരുകൾ എടുത്തു പറയുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെ എയിംസ് പ്രഖ്യാപിച്ചാൽ അത് ഏത് ജില്ലയിലായിരിക്കും എന്നുള്ളതും വളരെ ആകാംക്ഷ നൽകുന്നതാണ്. പിന്നെ അതിവേഗ റെയിൽപാത, RRTS ഒപ്പം ശബരി റെയിൽപാത, ഈ പദ്ധതികളിലും ഏതെങ്കിലും തരത്തിലുള്ള പ്രഖ്യാപനം കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമോ എന്ന് എല്ലാവരും ഉറ്റുനോക്കുന്നുണ്ട്. എന്തായാലും 11 മണിക്ക് കേന്ദ്ര ബഡ്ജറ്റ് നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കും. എന്തെങ്കിലുമൊക്കെ കേരളത്തിന് ഉണ്ടാകുമോ, കേരളം ആവശ്യപ്പെടുന്ന എന്തെങ്കിലുമൊക്കെ കിട്ടുമോ എന്ന്